ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ അതോ നമുക്ക് കുറച്ച് പണിക്കാരൊക്കെ വന്നിക്കണം. അപ്പോൾ ഒരാളൊക്കെ ഉണ്ടൊക്കെ അപ്പോൾ ചെന്ന് ചായ ഒക്കെ ഉണ്ടാക്കണം, കാട്ടിത്തരാം. എന്താ അപ്പോൾ ചായ ഉണ്ടാവുകയാണ്. സമയം എടുത്തിരിക്കുന്നു. ഞങ്ങൾ ഗുഡ് മോർണിംഗ്. ഇതാ കേക്കും ചായ നമുക്ക് കടി ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ പണിക്കാരൊക്കെ വന്നുകൊണ്ട് ചായ കുടിച്ചിട്ട് പോവാണ്. വന്നിട്ട് കുറച്ച് പണിയുണ്ട്. ഉണങ്ങി തോരണ്ടാക്കണം. എനിക്ക് കുറച്ച് പണിയുണ്ട്. അപ്പം ഞാനിനി തിന്നിട്ട് ഇത് ബാക്കി വിശേഷങ്ങൾ കാണാം. മുലക തിന്നൽ തുടങ്ങിയിരിക്കണം. എന്താ സഭ തിന്നു. സഭനോട് വല്ലേക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം അങ്ങോട്ട് വല്ല വെച്ചിട്ടുള്ളൂ. സുബ ഇപ്പം അതിൻ്റെ മേലെ കുത്തിരിക്കട്ടോ. ഇനി വെറുതെ എപ്പച്ചും കയറി കുത്തിരിക്കാം. രണ്ടാൾ കുട്ടികളും നല്ല കിണറൊരു മുക്ക. ആ മുക്കാണെങ്കിൽ സുബിന് നിൽക്കുന്ന മുക്കാണെങ്കിൽ അവിടുന്ന് ഇടിഞ്ഞു അടിക്കുന്നത് കാണിച്ചാൽ മഴയാണ് പറഞ്ഞോട്ട് ഇപ്പൊ ഞങ്ങളെ കൊണ്ടുപോകില്ല. നിങ്ങളെ ഫോൺ കണ്ടുപോകുന്നുള്ളൂ. അതാണ് ആക്കണു. ഞാൻ ചായ കുടിച്ചില്ല. ഞാൻ ചായ കുടിച്ചില്ലേ? ചായ വെച്ചാലും അതല്ല ചായ ഇഷ്ടം. ഈ ചളിയാക്കൻ്റെ ഹോട്ടലിൽ ചായ മാത്രമേ പറ്റുള്ളൂ. അതായത് ഞാൻ ചായ കുടിച്ചില്ല. കട്ടൻ ചായ. നമ്മൾ പച്ചിൻ്റെ അടുത്തൊക്കെ പോവാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ പച്ചി പറമ്പിലാണ്. അപ്പം അങ്ങോട്ട് പോവാം. നമ്മൾ റെയിൻ കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോഴത്തേനും മഴ ഇതാ നല്ലോണം തോർന്നു. ഇനി എന്താ നീ തയ്ച്ചണ്ടേ? നീ തയ്ച്ചണ്ടെന്നൊക്കെ ചെയ്ത് നമുക്ക് പോയി നോക്കും. പച്ചിൻ്റെ അടുത്ത് ചെരുപ്പപ്പെടുത്തണം. സുബിനെ കൊണ്ടാകാൻ നോക്കുക. നമുക്ക് പോയി നോക്കാം. സുബി താറാവിൻ്റെ മരി അങ്ങോട്ടാണ് പോയിക്കണം കേട്ടോ. എൻ്റെ ചെരുപ്പെടുത്തോണ്ടിറങ്ങി വരുവാക്കാരൻ ഓനെ നോക്കി കിടക്കട്ടെ. ഞാൻ കറക്റ്റ് അങ്ങോട്ട് വേണം. നമുക്ക് പറമ്പൊക്കെ പോകണം. പറമ്പിലാണ് പച്ചി. പറമ്പിലാണ് ഞങ്ങളെ കളർ. കിണറൊക്കെ പാടിരുന്നാണ്. തലക്കെ പൂട്ടികളുണ്ടോ ഞാൻ അവിടെ അങ്ങനെ നിൽക്കട്ടെ. ചെരുപ്പിട്ടിട്ടില്ല. അത് തോർന്നിട്ടോ. കറക്റ്റ് മഴ തോർന്നു. ഞങ്ങളങ്ങോട്ട് വന്നിട്ടില്ല. ഉണ്ടോ നന്നായി മഴ തോർന്നിട്ടോ. ഞങ്ങളിവിടെ വന്നിട്ടില്ല. ഇത് ഷീറ്റിൻ്റെ മേലെ വരാം. മഴ തോർന്നു. ഇത് നമ്മളിവിടുത്തെ നമ്മൾ ഇപ്പം തന്നെ വൈക്ക് നിലത്തെ കടന്നീന്. ഇവിടുത്തെ പ്ലാവിൻ്റെ ഇല വെട്ടിയിട്ടോല് കണ്ടോ. അതിന് പുളിയറമ്പിന് ഒരു കുറവ്. എൻ്റെ കണ്ണിൽ പുളിയറമ്പ് കയറിയതാട്ടോ. താറാവട്ടി വരുന്നുണ്ട് കേസ്. ഇവിടെ വെക്കോ. ഞങ്ങൾ വലിയ ആൾക്കാരെ കണ്ട് റെയിൻ കോട്ടൊക്കെ ഇട്ടതാ. എന്നാൽ മഴ തോർന്നു. കുറച്ചുണ്ട്. ഞങ്ങൾ ഓട്ടോറിക്ഷ കേട്ടോ. എന്തും മാവ് ഇങ്ങോട്ട് ഇടാത്ത കണ്ടോ. ഇതാണ് ഞങ്ങളെ ഏകാന്തതായ പെര. റോഡുണ്ട് കേട്ടോ. നല്ല ചെമ്പരത്തി കേസ്. ഞങ്ങൾ ഇതിൽ കൂടെയാണ് പന്ത് കളിച്ചൽ പരിപാടി. ഇവിടെ പുല്ലൊക്കെ വെട്ടിട്ടോ. പോസ്റ്റിൻ്റെ കല്ലാട്ടത്. ഇവിടെ ഇതവിടെ ഉണ്ടാവും. സുബിൻ്റെ കാലാട്ട കേസ്. അത് പണ്ട് 5 വയസ്സൊക്കെ ആയപ്പോഴാക്കിയതാണ്. ഇപ്പം എൻ്റെ കളർ ഏകദേശം പോയിക്കുന്നു. ഇതാണ് ഞങ്ങൾ പറമ്പ് പോലെ വെച്ച് കടുക നട്ടുണ്ടാവും. നോക്കിയും കണ്ടും പോയിട്ടില്ലേ കിണർക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ചെമ്മായിട്ട് കിണറാണ്. ഇവിടെ പറമ്പിൽ 3 കിണറെങ്കിലും ഉണ്ടാവും. ആ ഗുണിൻ്റെ അപ്പ കാണുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. മൊയിലാലിയാണ് മൊയിലാലി.
ഷെയ്ക്കൊക്കെ ഉണ്ട്, മയക്കുജൊക്കെ ഉണ്ട്. മയക്കുജൊക്കെ തോർന്നു കേസ്. മയക്കുജ ഇതൊന്നുമല്ല, വലുതാ കേസ്. 2 മണിക്കൂർ കുഴിച്ചതൊക്കെ എത്ര മയക്കുജൊക്കെ നിറയാനിരിക്കണില്ല. ഇവിടെ ഒരു കിണർ കണ്ടോ, കിണർ ഉള്ളോ കിണറത്തെ വെള്ളം നിറഞ്ഞു. ഞാൻ അപ്പളായി കിണറൊക്കെ നോക്കണേ. ഇവിടെ ഒരു കിണർ. ഇതിൻ്റെ ഉപ്പാക്ക് വട്ടായിട്ടാണോ അധികം നീന്താൻ ഇറങ്ങിയത് കേട്ടോ. എന്തോ ഇതിൽ കിണർ ഭാഗ്യമുണ്ട്. റെയിൻകോട്ട് ഒരു രസം നല്ല മഴയുണ്ട് ഇട്ടപ്പോഴും. ഇതാണ് ഞങ്ങൾ കിണർ. ഇതിൻ്റെ അടിയിലുള്ള കിണറായിരുന്നു വർഷക്കാലത്തൊക്കെ. ഇപ്പോൾ ഇത് നിറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ജസ്റ്റ് ഇവിടെ ഇട്ട് ഇടിഞ്ഞ് പോകണേ. ഇവിടെ മണ്ണൊക്കെ ഇട്ടു ശരിക്കും. അവിടെ എടാ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോണ മണ്ണിടിഞ്ഞ നാട്ടിൽ കിടക്കാണേ. ഇവിടെയാണ് മണ്ണിടിഞ്ഞത് കേസ്. കാടങ്ങോട്ട് ഞാൻ ആയിക്കോട്ടെ പോയി നോക്കല്ലേ. ഇതിൽ ബൂസ്റ്റ് ഒന്നുണ്ടോ. ഇതിവിടെ അരുവിമാരിയൊക്കെ സെറ്റപ്പ് ചെയ്യണം. ഇതാകണം നമ്മളെപ്പിച്ച് പൊന്നാര മക്കളെ, കിണറൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണായിക്കണേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു 2 ദിവസത്തെ മുന്നത്തെ വീഡിയോയിൽ കിണർ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ പോയി കിടക്കണേ, മൊത്തം അവിടെ നിന്ന് പോയിക്കണേ. അപ്പോൾ അത് അതിൽ ഇവിടെ കിണർ അളച്ചിനു. ആ കിണർ അളച്ചിൻ്റെ മണ്ണ് മൊത്തം മട്ടിന്നാട്ടോ വരുന്നത്. ഇപ്പോൾ അയാളോട് സംസാരിച്ചിട്ടേ മണ്ണ് ഫുള്ള് ഇങ്ങോട്ട് ഇട്ടിക്കുകയാണ്. അപ്പോൾ ആ മണ്ണ് ലൂസിൽ വെള്ളം ഇറങ്ങിയപ്പോൾ ഇവിടെ മൊത്തം ഇടിഞ്ഞ് അങ്ങോട്ട് പോയി. ഈ കിണർ അങ്ങോട്ട് ഏകദേശം അങ്ങോട്ട് തീരുമാനമായി എന്നൊക്കെ പറയാം. ഇതപ്പുറത്തൊരു കിണറുണ്ട്, അതിൻ്റെ അവസ്ഥ വലിയൊരു കുഴപ്പമില്ല. അത് കെട്ട് ഏകദേശം കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. ഇത് കെട്ടില്ലാത്തതുകൊണ്ട്, ഈ കിണറിന് കെട്ടില്ലാത്തതുകൊണ്ട് വലിയൊരു പ്രശ്നമായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം എയിലേ വരിക എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. ഇതിലെങ്ങനെ വന്നിട്ട് ഇതുവഴി ഇത്രയും കാലമില്ലാത്ത വെള്ളം ഇവിടെ വന്നിട്ട് ഇങ്ങനെ മറിഞ്ഞ് കണ്ടോ, വീട്ടിലൊക്കെ ചാടി കിടക്കണം. അതിലങ്ങോട്ട് വെള്ളം ചാടി. എന്നിട്ട് ഇപ്പോൾ ടാർപ്പായൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് ലെവലാക്കിയിരിക്കുകയാണ്. ഹിന്ദി ആണെങ്കിൽ അറിയില്ല, ഇവരാണെങ്കിൽ ഹിന്ദി മാത്രമേ ഇപ്പോൾ അറിയുള്ളൂ. ഞാൻ അങ്ങോട്ട് കുഴങ്ങിക്കൂടി ചങ്ങായി വരച്ച് എന്തൊക്കെ കോമഡി നടക്കുന്നതാവോ. ഈ മണ്ണ് മൊത്തം ഇങ്ങോട്ട് നീക്കി എടുത്തിട്ട് ഇവിടുന്ന് നേരെ സ്ലോപ്പാക്കിയിട്ട് ഈ ചാലക്ക് വിടാനുള്ള പരിപാടി. ഇവിടെ ഒരു വള്ളച്ചാലുണ്ടായിരിക്കണം, പുതിയ ഉറവൊക്കെ വന്നിട്ട്. അപ്പോൾ ആ വള്ളച്ചാല് കൂട്ടി നേരെ അവിടെ പെജ്ജന മഴ ഉണ്ടല്ലോ, ആ കിണറിൻ്റെ പക്കത്ത് പെയ്യുന്ന മഴ മൊത്തം ഈ വെള്ളം തീക്കണ വരണം. അങ്ങനെയുള്ള പരിപാടിയാണ്. 3 ബായികളും ഞാനും ഉണ്ട്. മണ്ണൊക്കെ നേരെ മേലെ കണ്ടതങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് മാറ്റുകയാണ്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. സുധിയെ കിണറ്റിൻ്റെ അകത്തേക്ക് പോലെ ഇങ്ങോട്ട് പോരി. ഞങ്ങളവിടെ ഇറങ്ങിന് മോട്ടർ നേരാക്കാം അല്ലേ. ഇതൊക്കെയാണ് പരിപാടികൾ, മരാമത്ത് പരിപാടിയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് കേട്ടോ. 2 ദിവസമായിട്ട് വീഡിയോസ് ഇല്ലാത്തത്. ഇപ്പം ഇങ്ങനെ ചാല് കയറി, കിണറ്റിൻ്റെ ചാലിങ്ങനെ കീറി ഇങ്ങനെ പോകും ഈ വെള്ളം കേട്ടോ. ഇതിനങ്ങനെ നേരെ പോവും. ഈ ഭാഗത്തുണ്ടായിരുന്ന ലൂസ് മണ്ണ് കംപ്ലീറ്റ് എടുത്ത് ഒഴിവാക്കി ഇപ്പോൾ മൊത്തം ഇവിടെ മണ്ണുകൊണ്ട് ഒരു വരമ്പിട്ട് ഇങ്ങനെ എകർത്തി പിടിച്ചിട്ട് ഫുൾ ടാർപ്പായിട്ട് മൂടി. ഇത് ആർക്കെങ്കിലും ഐഡിയ ഉപയോഗപ്പെടും കേട്ടോ. എന്ന് വെച്ചാൽ ഫുൾ മണ്ണിൻ്റെ ഒരു തിണ്ടിങ്ങനെ ഇട്ടു ഈ സൈഡ് കൂടി ഒരടി 2 അടി ഇവിടുന്ന് കിണർ വന്ന് വിട്ടിട്ട് ഫുള്ള് ഒരു ഈ 2 കൊട്ട വീതിക്കുള്ള മണ്ണ് കുട്ടി ലെവലാക്കി ചവിട്ടി അമർത്തി തടം വെച്ചു. എന്നിട്ട് ഈ കിണർ ഇപ്പോൾ കണ്ടോക്കണി കലക്കളൊക്കെ മാറിയില്ലേ, എന്നിട്ട് കലങ്ങി മറിഞ്ഞിടക്കുന്നു. ഇനി ഈ ടാർപ്പായിൽ വീണ വെള്ളം മാത്രം അങ്ങോട്ട് പോകും, ബാക്കി ഇങ്ങോട്ട് ഒലിച്ചിറങ്ങിയിട്ട് ഇവിടേക്ക് സ്ലോപ്പാണ് ഈ ആണിച്ചാലേക്ക്, അതിങ്ങോട്ടും പോരും. ഇതുണ്ടോ ഇവിടെ അടിപൊളി ഒരു മണ്ണുകൊണ്ട്, മണ്ണ് മൊത്തം നനഞ്ഞിറക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടില്ല, മണ്ണുകൊണ്ട് മൊത്തം എന്ത് ചെയ്തു ഇങ്ങനൊരു സാധനം കൊടുത്തു. കണ്ടോ, ഞാൻ അങ്ങോട്ട് വെള്ളം ചെന്ന് അലക്കില്ല, അത് ഇവിടെ തിരിഞ്ഞ് ചാടും. ഇങ്ങനെയാണ് ഇപ്പോൾ പരിപാടി ആയിരിക്കുന്നത്. ഫുൾ മുറ്റം അവർ ക്ലീനാക്കിയെടുത്തു. ആണിച്ചാൽ നല്ല താഴ്ചയും കൂട്ടി. അപ്പോൾ അവിടുന്ന് വെള്ളം സ്ലോ നന്നിട്ട് ഇങ്ങനെ പോരും കിളിയായിട്ട്. നമ്മൾ ഭായിമാർ ഉഷാറാണ്. മണ്ണിവിടെ നല്ല പുതിർന്ന് ഇടക്കാണ്, പക്ഷെ എന്നാലും നല്ല ക്ലീനാക്കിയില്ലത്, ഉഷാറാക്കി. ഒരു കല്ലിൻ്റെ തരി പോലും ഇല്ലാത്ത കോലത്തിൽ ഉഷാറാക്കി ഫുൾ സെറ്റാക്കി. ഞാനിപ്പോഴത്തെ അവസ്ഥ, ഈ അവസ്ഥ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് കണ്ടില്ലേ, സെറ്റല്ല. അപ്പോൾ ഇപ്പം എന്താ നിങ്ങളെ അഭിപ്രായം പറഞ്ഞു കേട്ടോ, കമൻറ്റിലടി. കിണർ ക്ലീൻ ആയോ എന്നുള്ളത്. ഇനി അടുത്ത ലൂസ്, അവിടെയൊക്കെ ലൂസ് മണ്ണാണ് ആ പൊട്ടിയെടുത്തൊക്കെ,
അതിന് മഴ പൊഴിഞ്ഞിട്ട് ആ സൈഡ് കെട്ടിപ്പൊന്തിച്ച് ലെവലാക്കണം, എങ്കിൽ അവിടുന്ന് ശരിയാവുള്ളൂ. ഇപ്പോൾ അവിടുന്ന് വരാനുള്ള വെള്ളം മറിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു വരമ്പ് ഇങ്ങനെ ഇട്ടുവെച്ച് കേട്ടോ. നാവൊക്കെ കൊഞ്ഞക്കുണ്ട്, ചങ്കിൽ വെള്ളം വറ്റിക്കണം, ഫുൾ പണിയല്ലേ. നമുക്ക് ആ ഒരു പെർഫെക്ഷനോടുകൂടി ഇങ്ങോട്ട് പറയാൻ കിട്ടണില്ല, അതാണ് നമ്മളൊരു കുഴപ്പം. സെറ്റാണ് അപ്പോൾ പരിപാടി. ഇതാണ് നമ്മൾ ഈ മഴയത്ത് പണിയെടുക്കാൻ വേണ്ടി നമ്മൾ സാധനം മേടിച്ചതിന്. ആ സാധനം മഴ ഇല്ലാത്തുമ്പോൾ ഇവിടെ ഊരി വെച്ചാണ്, ചൂടും കൂടുതലാണ് മഴ അല്ലെങ്കിൽ. ആ സാധനം കൂടി എടുത്തിട്ടില്ലെങ്കിൽ മറന്നു പോവും, മൊത്തം മറന്നു പോവും. നമുക്കിവിടെ ക്ലീൻ ചെയ്യാനുള്ള വെള്ളവും കാര്യമൊക്കെ സൗകര്യം ഉണ്ടാകും. ബായി അതൊക്കെ ക്ലീൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ബായേ ആരുടെ ചെരുപ്പ് ചപ്പൽ ആട്ടിക്കരിക്കെ എന്തൊക്കെയാണ് ബായിമാർ പറഞ്ഞു കാട്ടിക്കൂട്ടാൻ എനിക്കറിയില്ല. ഇന്ത്യയിൽ ഒരിക്കറിയില്ല, എന്തായാലും ടച്ച് പിന്നിട്ടില്ല. ബായ് മലയാളം കുറച്ച് ഓക്കെ, കുറച്ച് അറിയാം അല്ലേ. ഓക്കെ, ബായ് കൊട്ട കഴുകിയത് ഫുള്ള് ക്ലീൻ ആയിട്ടൊന്നുമില്ല, എന്നാലും മതി, കുഴപ്പമില്ല.